മക്കളെ ചോദിച്ചേക്ക് നോക്കിയേ, ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു സൈൻ ഓഫ് ലോഗ് എക്സ് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ വൈ ടു പ്ലസ് എക്സ് വൈ വൺ പ്ലസ് വൈ ഈസിക്കൽ ടു 0 എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ പ്രൂവ് ചെയ്യാൻ ചോദിക്കും. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പല ടൈപ്പ് എൻട്രൻസിനും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പ്രൂവ് ചെയ്യാനായിരിക്കും ഇതിൽ ചോദിക്കുന്നത്. അവർ കുറെ ഓപ്ഷൻസ് തരും. എക്സ് സ്ക്വയർ വൈ ടു പ്ലസ് എക്സ് വൈ വൺ പ്ലസ് വൈ ഈസിക്കൽ ടു 0. രണ്ടാമത്തെ ഓപ്ഷൻ എക്സ് സ്ക്വയർ വൈ വൺ പ്ലസ് എക്സ് വൈ ടു പ്ലസ് വൈ ടു ഈസിക്കൽ ടു 0. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തരും. ഇതിൽ ഏതാ കറക്റ്റ് എന്ന് നമ്മൾ മാർക്ക് ചെയ്യേണ്ടി വരും. സോ ഈ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് എങ്ങനെ സെയിം തന്നെ. ഓക്കെ, സോ നോക്കാം നമുക്ക്. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ, സൈൻ ഓഫ് ലോഗ് എക്സ്. സൈൻ ഓഫ് ലോഗ് എക്സ്. ഇനി ഒരു കൺഫ്യൂഷൻ കൂടെ ഉണ്ട്. y1 y2 എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. y1 എന്ന് പറഞ്ഞാൽ എന്താ, dy ബൈ dx. y2 എന്ന് പറഞ്ഞാൽ എന്താ, ഡെറിവേറ്റീവ് ഓഫ് y. ആദ്യം ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, dy ബൈ dx കിട്ടും. അതിനെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുക. അതിനെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുക. കണ്ടോ, dy ബൈ dx-നെ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുക. അതാണ് y2. അപ്പൊ y3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, dy ബൈ dx-നെ ആദ്യം ഡെറിവേറ്റ് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതും, ഡി സ്ക്വയർ വൈ ബൈ dx സ്ക്വയർ. സോ ഇങ്ങനെ എഴുതും. ഓക്കെ, നമ്മൾ ഇതിനെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുക. സിമ്പിൾ ഒന്നുമില്ല. dy ബൈ dx എന്ന് പറഞ്ഞാൽ ആ y എന്ത് ചെയ്തു, ഫസ്റ്റ് ഒന്ന് ഡെറിവേറ്റ് ചെയ്തു. ഡി സ്ക്വയർ വൈ ബൈ dx സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ആ dy ബൈ dx-നെ എന്ത് ചെയ്യും, വീണ്ടും ഒന്ന് ഡെറിവേറ്റ് ചെയ്യും. അപ്പൊ ഡി സ്ക്വയർ വൈ ബൈ dx സ്ക്വയർ കിട്ടും. അത്രേ ഉള്ളൂ. അതിനെ നമ്മൾ y2 എന്നും വിളിക്കും. ഓക്കെ, ഓക്കെ. സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, y. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, y. സോ y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ലോഗ് എക്സ്. y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ലോഗ് എക്സ്. പഠിച്ചു വെച്ചോ. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്താടാ, അത് 1/x. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, 1/x. ഓക്കെ, സോ dy ബൈ dx കണ്ടുപിടിക്കാൻ പോകും. സോ y1 ഫസ്റ്റ് ഡെറിവേറ്റീവ്. dy ബൈ dx എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് എഴുതാൻ പോവാ, y1 എന്ന് എഴുതാൻ പോവാ. ഓക്കെ, സോ y1 സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ, കോസിനകത്ത് ലോഗ് എക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യണം, സൈനകത്ത് ലോഗ് കിടപ്പുണ്ടായിരുന്നു. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. സോ ഇനി എന്ത് ചെയ്യണം, ലോഗിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താ, 1/x. ഞാൻ ലോഗിനകത്ത് ആരാ കിടന്നത്, എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, 1. അത് നമ്മൾ എഴുതാറില്ല. ഓക്കെ, സോ y1 കിട്ടി. y1 എന്ന് പറയുന്നത് എന്ത് കിട്ടി, കോസ് ലോഗ് എക്സ് ഇൻറ്റു 1/x. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു y1 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അല്ലയോ. സോ ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സ് y1 കിട്ടും. സോ എക്സ് y1 ഈസ് ഈക്വൽ ടു എന്താ, കോസ് ലോഗ് എക്സ് എന്ന് കിട്ടി. കോസ് ഓഫ് ലോഗ് എക്സ് എന്ന് കിട്ടി. എക്സ് y1 എന്ന് പറയുന്നത് എന്ത് കിട്ടി, കോസ് ഓഫ് ലോഗ് എക്സ് എന്ന് കിട്ടി. സോ ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യാൻ പോവാ. ലെഫ്റ്റും റൈറ്റും എന്ത് ചെയ്യാൻ പോവാ, ലെഫ്റ്റും റൈറ്റും ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യാൻ പോവാ. ഇവിടെ രണ്ട് ഫംഗ്ഷൻ എന്താ, എക്സ് ഇൻറ്റു y1. രണ്ട് ഫംഗ്ഷൻ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കും, പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കും. സോ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോകും, ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യാൻ പോകും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, യു ഡാഷ്. കണ്ടോ, ഇത് യു, ഇത് വി, ഇത് യു, ഇത് വി. യു ഡാഷ് എക്സിന്റെ ഡെറിവേറ്റീവ് 1, യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. y1നെ ഡെറിവേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, ഞാൻ പറഞ്ഞില്ലയോ, y1നെ dy ബൈ dx-നെ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്താൽ എനിക്ക് ആരെ കിട്ടും, y2 കിട്ടും അല്ലേ. സോ അതിനെ എന്ത് എഴുതാം, y2 എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു, ഇനി എന്തുകൊണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ കോസിന്റെ ഡെറിവേറ്റീവ് എന്തുവാ, മൈനസ് സൈൻ ലോഗ് എക്സ് ഇൻറ്റു എന്തുകൊണ്ട്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ കിട്ടി. ഇനി അകത്ത് എന്തോ ഉണ്ടായിരുന്നു, ലോഗ് എക്സ് ഉണ്ടായിരുന്നു. സോ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താവും, 1/x ആവും. ഓക്കെ ആണോ? ഓക്കെ, സോ എക്സിനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ടുവരാം. എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും, എക്സ് y1 പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എന്താവും, എക്സ് സ്ക്വയർ y2 ഈസ് ഈക്വൽ ടു എന്തുവാ, മൈനസ് സൈൻ ഓഫ് ലോഗ് എക്സ്. ഓക്കെ ആണോ? സോ എക്സ് y1 പ്ലസ് എക്സ് സ്ക്വയർ y2 ഈ രണ്ട് ടേമും കിട്ടി. ഇനി അതിൻ്റെ കൂടെ ആരെ ആഡ് ചെയ്യണം, y ആഡ് ചെയ്യണം അല്ലയോ. സോ y ആഡ് ചെയ്യാം. എക്സ് നമുക്ക് ആ ഓർഡറിൽ തന്നെ എഴുതാം, എക്സ് സ്ക്വയർ y2 പ്ലസ് എക്സ് y1 പ്ലസ് y1 എന്താ, y എന്താ, y എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു, കണ്ടോ, y എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ ഓഫ് ലോഗ് എക്സ്. സോ വൈയും കൂടെ ആഡ് ചെയ്യാൻ പോകും. സോ ലെഫ്റ്റിലും y ആഡ് ചെയ്യണം, റൈറ്റിലും y ആഡ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടന്ന് എന്താ, മൈനസ് സൈൻ ഓഫ് ലോഗ് എക്സ് പ്ലസ് എന്ത് ചെയ്യണം,
ലെഫ്റ്റിൽ ഞാൻ y ആഡ് ചെയ്തു, റൈറ്റിലും എന്ത് ചെയ്യണം, y ആഡ് ചെയ്യണം. നമുക്കറിയാം y എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ ഓഫ് ലോഗ് എക്സ് ആ. y എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ ഓഫ് ലോഗ് എക്സ് ആ. വിച്ച് ഈസ് ഈക്വൽ ടു ഇതാ നോക്കിയേ, മൈനസ് സൈൻ ഓഫ് ലോഗ് എക്സും പ്ലസ് സൈൻ ഓഫ് ലോഗ് എക്സ് എന്ത് ചെയ്ത് കട്ട് ചെയ്ത് പോയി, നമുക്ക് ആൻസർ എന്ത് കിട്ടി, 0 കിട്ടി. സിമ്പിൾ അല്ലയോ? അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഇത്രയും ഓർത്താൽ മതി. y1 എന്ന് പറഞ്ഞാൽ dy/dx, y2 എന്ന് പറഞ്ഞാൽ എന്താ, dy/dxനെ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുക, അതായത് y1നെ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ആരെ കിട്ടും, y2 കിട്ടും. അത്രയേ ഉള്ളൂ ചെയ്തോളൂ. ഇവിടെ താണ്ട അത് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഇത് കിട്ടി. ഇതിനെ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് താണ്ട ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. എക്സിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി, എക്സ് ഇൻറ്റു y1 പ്ലസ്, കണ്ടോ, എക്സിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താണ്ടേ ഈ ഫുൾ ടൈമിനെ ഞാൻ എന്ത് ചെയ്ത് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ എക്സ് ഇൻറ്റു y1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2. ഓക്കെ, സോ 0 എന്ന് ആൻസർ കിട്ടി. സിമ്പിൾ ആണേ.